ഹലോ. CSEB മാത്സിലെ അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് റീസണിങ്ങിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. അതിലൊരു ഭാഗം നോക്കിയാലോ. കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. അത് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത്? നമ്മുടെ വിരലിലൊക്കെ എണ്ണാൻ പറ്റുന്ന നമ്പേഴ്സ് 1, 2, 3, 4 അങ്ങനെ പോകും, ഇൻഫിനിറ്റി വരെ പോകും. നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? അതായത് കൗണ്ടിങ് നമ്പേഴ്സ് തന്നെയാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ മലയാളം എന്താണ്? നിസർഗ സംഖ്യകൾ. കൗണ്ടിങ് നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകൾ. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 5 ഒരു കൗണ്ടിങ് നമ്പറാണോ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പറാണോ? നിസർഗ സംഖ്യയാണോ? അതെ. അപ്പൊ ഏതൊക്കെയായിരിക്കും? 1, 2, 3, 4, 5 ഇങ്ങനെ പോകും, ഇൻഫിനിറ്റി വരെ പോകും. ഈ n നമ്പേഴ്സ് ഉണ്ടെങ്കിൽ n നമ്പേഴ്സ്, n എന്ന് പറയുന്ന ഒരു 10 ആവാം, 20 ആവാം, 30 ആവാം, ഒരു വേരിയബിൾ ആണ്. n നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് വിൽ ബി ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഒരു 10 നാച്ചുറൽ നമ്പറിൻ്റെ n ഈക്വൽ ടു 10 എടുത്തു കഴിഞ്ഞാൽ 10 നാച്ചുറൽ നമ്പറിൻ്റെ സം ഒന്ന് നോക്കിയാലോ. അപ്പോൾ സം 10 ഈക്വൽ ടു n എന്ന് പറയുന്നത് 10, n പ്ലസ് 1 എന്ന് പറയുന്നത് 10 പ്ലസ് 1 11/2. 2ഉം 10ഉം വെട്ടി 5, 55. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാലോ. ഇതിൻ്റെ ഡെറിവേഷൻ നോക്കാം. ചോദിക്കില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു കേൾക്കാം. n നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ സം ഈക്വൽ ടു എന്തായിരിക്കും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n. എന്നിൻ്റെ തൊട്ട് പിന്നിലത്തെ നമ്പർ എന്തായിരിക്കും? n മൈനസ് 1. ഇതൊന്ന് തിരിച്ചെഴുതിയാലോ. സം ഈക്വൽ ടു n പ്ലസ് n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 1 ഇങ്ങനെയാവും. ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടാം. അപ്പോൾ ഈ സൈഡിൽ എന്ത് വരും? 2 സം പ്ലസ് സം 2 സം n ഈക്വൽ ടു n പ്ലസ് 1. അതായത് ഓരോ ടേംസ് നമ്മൾ സെപ്പറേറ്റ്ലി ആഡ് ചെയ്യാണ്. ആദ്യം n പ്ലസ് 1, n മൈനസ് 1 പ്ലസ് 2. അപ്പോൾ എന്ത് വരും? n മൈനസ് 1 പ്ലസ് 2. അപ്പോൾ 2 മൈനസ് 1 എന്ന് അർത്ഥം. അപ്പോൾ n പ്ലസ് 1 തന്നെ വരില്ലേ? n പ്ലസ് 1. ഇത് എത്ര വട്ടം വരും? n പ്ലസ് 1 തന്നെ അവസാനവും വരും. n പ്ലസ് 1, n മൈനസ് 1 പ്ലസ് 2. അപ്പോഴും എന്ത് തന്നെ വന്നു? n പ്ലസ് 1. അപ്പോൾ n പ്ലസ് 1 എത്ര വട്ടം ഉണ്ട്? n ടൈംസ് ഉണ്ട്. 2 സം n ഈക്വൽ ടു n ടൈംസ് n പ്ലസ് 1 ഉണ്ട്. അപ്പോൾ n പുറത്തെടുത്താൽ പോരെ, n പ്ലസ് 1. ഇനി ഈ 2 ഇവിടെ പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. അല്ലെങ്കിൽ ഇവിടെ ബൈ 2, ഇവിടെ ബൈ 2. അപ്പോൾ 2 ക്യാൻസലായി. സം ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. ഇങ്ങനെയാണ് സമ്മിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഡെറിവേഷനും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാവാൻ പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ ഓക്കെ.